നമ്മുടെ ഈജിപ്തിന്റെ കഥയില് യൂറിസ്തസ് രാജാവിന് ഹെർക്കുലീസിനേക്കാൾ വളരെ താഴെയുള്ള പദവിയാണുള്ളത്. അതുകൊണ്ട് രാജാവ് പറഞ്ഞ കാര്യങ്ങൾ ഹെർക്കുലീസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഹെർക്കുലീസിന്റെ പിതാവായ സൂയിസ് പറഞ്ഞു, നീ ആ ജോലികൾ ഏറ്റെടുക്കുക, അമരത്വം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഈ 12 ജോലികൾ ഹെർക്കുലീസ് ഏറ്റെടുത്തത്. അപ്പോ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ വെള്ളാന അല്ലെങ്കിൽ ഈ മാലിന്യ കൂമ്പാരം അതിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കാനുള്ള ടാസ്ക്, ഹെർക്കൂലിയൻ ടാസ്ക് എന്നാണ് ഇതുപോലുള്ള ജോലികൾക്ക് പറയാം. അത് എന്തുകൊണ്ടായിരിക്കാം കെ ജയകുമാർ സ്വീകരിച്ചത്? ദേവസ്വം ബോർഡ് ജയകുമാറിന് ഒട്ടും അപരിചിതമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ജയകുമാർ ദേവസ്വം ബോർഡിന്റെയും പിന്നീട് ദേവസ്വം വകുപ്പിന്റെയും ഒക്കെ ചുമതലയിരുന്ന കാലത്തെ ദേവസ്വം ബോർഡ് അല്ലിയത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 2023 ജൂലൈ 25 നമ്മുടെ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധി ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതായത് അവിടുത്തെ സ്വർണ്ണ ഉരുപ്പടികൾ പുറത്തു കൊണ്ടുപോകരുതെന്നും അത് സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഹൈക്കോടതി ഉത്തരവ്. അത് നമ്മുടെ ദേവസ്വം ബോർഡ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കി, എന്തൊരു വിചിത്രമായ ഏർപ്പാടാണ്. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു ഉത്തരവ് നമ്മുടെ ദേവസ്വം ബോർഡ്, തിരുവനന്തപുരത്ത് ആസ്ഥാനമായ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ലെന്ന്